ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ടോപ്പിക്കാണ്. മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ടേം കോയിൻ ചെയ്തത് ജോയൽ ഡീനാണ്. 1951 ജോയൽ ഡീൻ മാനേജീരിയൽ എക്കണോമിക്സ് എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാനേജീരിയൽ എക്കണോമിക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് എക്കണോമിക്സിന് ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. നമുക്കവ ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് വെൽത്ത് ഡെഫിനിഷനാണ്. വെൽത്ത് ഡെഫിനിഷൻ ആഡം സ്മിത്താണ് കോയിൻ ചെയ്തത്. ആരാണ് ആഡം സ്മിത്ത്? ആഡം സ്മിത്താണ് ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. അദ്ദേഹത്തിൻ്റെ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് 1776 ഇറങ്ങിയ ഈ പുസ്തകത്തിൽ സ്മിത്ത് എക്കണോമിക്സിനെ സയൻസ് ഓഫ് വെൽത്ത് അഥവാ സമ്പത്തിൻ്റെ ശാസ്ത്രം എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അക്കോർഡിംഗ് ടു ആഡം സ്മിത്ത്, എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് ദ നേച്ചർ ഓഫ് വെൽത്ത്. ഈ സമ്പത്തിൻ്റെ നേച്ചറാണ്, പിന്നെ അതിൻ്റെ ജനറേഷനും അതിൻ്റെ സ്പെൻഡിങ്ങും. അതായത് എങ്ങനെയാണ് വെൽത്ത് ഉണ്ടാക്കുക, എങ്ങനെയാണ് അത് സ്പെൻഡ് ചെയ്യുക, എന്താണ് വെൽത്തിൻ്റെ നേച്ചർ. ഈ 3 കാര്യങ്ങളാണ് വെൽത്ത് ഡെഫിനിഷനിൽ പറയുന്നത്. അടുത്തത് വെൽഫെയർ ഡെഫിനിഷനാണ്. വെൽഫെയർ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത് ആൽഫ്രഡ് മാർഷലാണ്. അദ്ദേഹം ഒരു നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റും ഒരു ക്രിട്ടിക്കുമായിരുന്നു. ആരുടെ ക്രിട്ടിക്ക്? ആഡം സ്മിത്തിൻ്റെ ക്രിട്ടിക്കായിരുന്നു. അതായത് ആഡം സ്മിത്ത് പറഞ്ഞതുപോലെയല്ല കാര്യങ്ങളെന്ന് പറഞ്ഞ ഒരു ആളായിരുന്നു ആൽഫ്രഡ് മാർഷൽ എന്ന നിയോ ക്ലാസിക്കൽ എക്കണോമിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന 1890 പുസ്തകത്തിൽ മാർഷൽ ഡിഫൈൻ ചെയ്തത് എക്കണോമിക്സ് ഈസ് എ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദ ഓർഡിനറി ബിസിനസ് ഓഫ് ലൈഫ്. It examines that part of individual and social action most closely connected with the attainment and use of the material requisites of well-being. Thus, it is on one side a study of wealth, on the other and more important side a part of study of man. അതായത് വെൽത്തിനെ കുറിച്ച് മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് എക്കണോമിക്സ് എന്നാണ് വെൽഫെയർ ഡെഫിനിഷനിൽ ആൽഫ്രഡ് മാർഷൽ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന 1890 പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. അടുത്തത് സ്കെയർസിറ്റി ഡെഫിനിഷനാണ്. സ്കെയർസിറ്റി ഡെഫിനിഷൻ ലയണൽ റോബിൻസ്, അദ്ദേഹം ഒരു പ്രൊഫസറായിരുന്നു, പ്രൊഫസർ ലയണൽ റോബിൻസ്. അദ്ദേഹം ദ നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് 1932 ഇറങ്ങിയ ആ പുസ്തകത്തിൽ പറയുന്നത് എക്കണോമിക്സ് ഒരു ശാസ്ത്രമാണ്. ദാറ്റ് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എൻഡ്സ് ആൻഡ് സ്കെയർസ് മീൻസ് വിച്ച് ഹാവ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് എക്കണോമിക്സ് ഒരു ശാസ്ത്രമാണ്, അവിടെ നമ്മൾ പഠിക്കുന്നത് ഹ്യൂമൻ ബിഹേവിയറാണ് എന്നാണ് ആര് പറയുന്നത്? പ്രൊഫസർ ലയണൽ റോബിൻസ്. അടുത്തത് ഗ്രോത്ത് ഡെഫിനിഷനാണ്. ഗ്രോത്ത് ഡെഫിനിഷൻ പ്രകാരം സാമുവൽസൺ ആണ് ഗ്രോത്ത് ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. Economics is a study of when and how society choose, with or without the use of money, to employ scarce productive uses which could have alternative uses to produce various commodities over time and distribute them for consumption now and in the future among various people and groups of society. അതായത് ഈ നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എങ്ങനെയാണ് ഈ കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയിട്ട്? ആൾക്കാർക്കും സൊസൈറ്റിക്കും, വേരിയസ് ഗ്രൂപ്പ്സ് ഓഫ് സൊസൈറ്റിക്കും വേണ്ടി യൂസ് ചെയ്യുന്നത് എന്നാണ് ഗ്രോത്ത് ഡെഫിനിഷനിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഡെഫിനിഷൻസ് ഓഫ് എക്കണോമിക്സ്.